Radio Kerala 1476 AM. Gulf Morning. Brought to you by NMC Medical Centre. Sharjah, Ajman and Ras Al Khaimah. Delivering personalised care that matters. Radio Clinic. Brought to you by NMC Medical Centre. Sharjah, Ajman and Ras Al Khaimah. Delivering personalised care that matters. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ ആൻഡ് വെൽക്കം ബാക്ക്. ഗൾഫ് മോർണിംഗിൽ ഇനിയിപ്പോൾ റേഡിയോ ക്ലിനിക്കിന്റെ സമയമാണ്. റേഡിയോ ക്ലിനിക്കിൽ ഇന്ന് നമ്മളുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ദീപ്തി, OB ഗൈനിക് ഫ്രം NMC മെഡിക്കൽ സെന്റർ അജ്മാൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നത്. പൊതുവേ നമുക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ഗൈനി ഡോക്ടേഴ്സിനെ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണല്ലേ. വെരി റീസെന്റ് ഐ സോ എ മൂവി വിശേഷം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആനന്ദും ചാന്ദിനിയുമാണ് അതിൽ അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കും ആ സിനിമയും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോസ്റ്റ്ലി ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതലും ഫേസ് ചെയ്യുന്ന PCOD കുറിച്ചാണ്. ആ സിനിമയും PCOD അല്ലെങ്കിൽ PCOS നെ കുറിച്ചിട്ടാണ് ആ സിനിമയും. വാട്ട് എ കോയിൻസിഡൻസ്, ഞാൻ ഇന്നലെ ആ സിനിമ കണ്ടതേ ഉള്ളൂ. ആൻഡ് സെപ്റ്റംബർ ഈസ് എ മന്ത് ഫോർ PCOD അവയർനെസ് ഓൾസോ. ഓക്കെ, അതെനിക്കൊരു പുതിയ ഇൻഫർമേഷൻ. പൊതുവേ ഞാനിങ്ങനെ എല്ലാ ദിവസവും കാലണ്ടേഴ്സിൽ നിന്ന് തപ്പി പിടിച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ അവയർനെസ്സും കാര്യങ്ങളും പറയുന്നത്. പക്ഷേ ഇത് ഞാൻ മിസ് ചെയ്തു. സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് PCOD അവയർനെസ് മന്ത് ആണ്. ഓക്കെ, പെർഫെക്റ്റ് ടൈം ഫോർ us എക്സാക്ട്ലി. അപ്പോൾ പൊതുവേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ, പണ്ടത്തെ ആൾക്കാർക്ക് ആർക്കും ഈ PCOD എന്താണ്, PCOS എന്താണെന്ന് അവർക്ക് അറിയില്ല. ബിക്കോസ് അവർ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോഴത്തെ തലമുറ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു മെച്യൂരിറ്റി ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഫസ്റ്റ് മെൻസ്ട്രൽ കഴിഞ്ഞാൽ തന്നെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് PCOD. അത് നമ്മൾ ഇപ്പോൾ നോട്ടീസ് ചെയ്യുന്നത് തന്നെ ഇപ്പം ആസ് എ ഫീമെയിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. കുറച്ച് ഇൻഫോ നമ്മൾ വായിച്ചും അറിഞ്ഞും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു തരുന്നത് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, അല്ലെങ്കിൽ പീരിയഡ്സ് മിസ്സാവുന്നത്, അല്ലെങ്കിൽ ഇറഗുലർ പീരിയഡ്സ്, പിന്നെ തൈറോയിഡിൻ്റെ പ്രോബ്ലം, വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒബിസിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുവാണെങ്കിൽ ഗൈനീനെ പോയി കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം എന്നാണ്. സോ ഇത് കൂടുതലായിട്ടും ദീപ്തി ഡോക്ടറിന് പറയാൻ പറ്റും. സോ ഏത് ഏജ് തൊട്ടാണ് നമ്മൾ PCODക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു മനസ്സിൽ ഒരു ഓക്കെ PCODയുടെ സ്റ്റാർട്ടിംഗ് ആണോ എന്നൊക്കെ ഒരു തുടക്കം കുറിക്കേണ്ട ഒരു ഏജ് ഏതായിരിക്കും? വൺ തിങ്, PCOD അല്ലെങ്കിൽ PCOS ഡിഫറെൻറ്റ് ടേംസ് യൂസ് ഫോർ ദ സെയിം സിനാരിയോ. ഇത് എല്ലാ ഏജ് ഗ്രൂപ്പ് മീൻസ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ പെൺകുട്ടികളാണെങ്കിൽ, വിമൻ ആണെങ്കിൽ ദിൽ സഫർ ഫ്രം. സോ അഡലസെൻ്റ് ആണെങ്കിലും mid-20s, 30s, 40s, പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും ദിൽ സഫർ ഫ്രം ദിസ്. അപ്പോൾ വെനെവർ യു സീ എ സിംറ്റംസ് ഓഫ് PCOD, ഇൻ കേസ് ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ ഇറഗുലർ പീരിയഡ്സ് വരുവാണെങ്കിൽ നല്ല സ്കാൻറ്റി സൈക്കിൾ ലൈക്ക് സ്പോട്ടിങ് പോലെ വരുന്നതാണ്, പിന്നെ പീരിയഡ്സ് കറക്റ്റായിട്ട് സമയത്ത് വരാതിരിക്കുക, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യുക, ഒബിസിറ്റി, ആൻഡ് ഈവൻ ഇഫ് യു ട്രൈ ഫോർ വെയ്റ്റ് ലോസ് യു ആർ നോട്ട് ഏബിൾ ടു അച്ചീവ് ദാറ്റ് ടാർഗറ്റ്. യു ഹാവ് ആക്നെ, അത് സിവിയർ ആക്നെയാണ്, അറൗണ്ട് ഫേസ്, ചെസ്റ്റ് റീജിയൻ, ബാക്കിലുണ്ട്. പിന്നെ ഹെർസ്യൂട്ടിസ് ആ മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത്, അതിൽ അപ്പർ ലിപ്പിൽ, ചിൻ, സൈഡ് ഓഫ് ഫേസ്, പിന്നെ തിന്നിങ് ഓഫ് ഹെയർ, അങ്ങനെയൊക്കെ കുറേ സിംറ്റംസ് നമ്മൾ കാണുമ്പോൾ ഷുവർലി യു ഷുഡ് കൺസൾട്ട് എൻ എക്സ്പേർട്ട് ഗൈനക്കോളജിസ്റ്റ് ടു റിയലി നോ വാട്ട് ഈസ് ദ സിനാരിയോ, എന്താ അതിൻ്റെ അണ്ടർലൈൻ ഫാക്ടേഴ്സ് എന്താ, അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഡോണ്ട് ടേക്ക് എവറിഥിങ് ഓൺ യുവർ ഹാൻഡ്സ്, ജസ്റ്റ് ഗെറ്റ് എൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ ആൻഡ് ഗെറ്റ് എ പ്രോപ്പർ ഗൈഡൻസ് ഓഫ് ഗാർഡിങ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡോക്ടറിലും നമ്മൾ കാണാറുണ്ട് PCODക്ക് ഇന്നത് കഴിച്ചാൽ മാറും, ഇന്നത് കഴിക്കൂ. പക്ഷേ ഓരോ ആളുടെയും ശരീരം ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും ഹോർമോൺസിൻ്റെ ലെവൽസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കാണുന്ന യൂട്യൂബിൽ കാണുന്ന പൊടിക്കൈകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ടിപ്സൊക്കെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ? ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ടെൽ, ദാറ്റ് നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് എടുക്കണം. PCOD എന്ന് പറഞ്ഞാൽ വലിയൊരു സിനാരിയോ ആണ്, മെയിൻലി ഹോർമോൺ ഇംബാലൻസ് ആണ്. പക്ഷെ അണ്ടർലൈങ് നമ്മൾ കുറേ സാധനങ്ങളുണ്ട്. അത് പറഞ്ഞ പോലെ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ട്, പ്രൊലാക്റ്റിൻ്റെ ഡിഫക്റ്റ് ഉണ്ട്, അണ്ടർലൈങ് വൈറ്റമിൻ ഡെഫിഷ്യൻസി കാണും, B12, ഫോളിക് ആസിഡ്, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി, സ്ട്രെസ് ലെവൽ. അപ്പോൾ ഒരു വൈഡ് സിനാരിയോ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് വേണം. പറഞ്ഞ പോലെ എല്ലാവരുടെയും സിറ്റുവേഷൻ വേറെയാണ്. But you can't just take any diet and start on by yourself, right? Okay. So you consult a gynecologist. What is your problem? Which age group you belong? And what is your first thing to be treated? Like
ഇൻഫെർട്ടിലിറ്റി ആണോ, പെൻസിൽ പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ പ്യൂബർട്ടി, മെനോറേജ്, അഡലസെൻറ്റ് ഗ്രൂപ്പിൽ വരുന്ന ഒരു ഇഷ്യൂസൊക്കെ ആണെങ്കിൽ, ആക്നെ ആണെങ്കിൽ നമുക്ക് അത് ടാർഗറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണതാണ് നല്ലത്. ഓക്കെ. അതുമാത്രമല്ല, ഇപ്പോൾ PCOD എന്ന് പറയുന്നത് ഇപ്പോൾ കുറേയധികം ആൾക്കാർക്ക് വെയിറ്റ് ആണ് മാനേജ് ചെയ്യാൻ പറ്റാത്തത്. സോ PCODയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുൻകരുതലായിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്തൊക്കെയാണ്? Weight is one of the main symptoms. One of the most common symptoms ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഒബീസിറ്റി ആണ്. ഒബീസിറ്റിയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി PCOD കാരണമല്ല ഒബീസിറ്റി വരുന്നത്. ഒബിസിറ്റി വിൽ ലാൻഡ് അപ്പ് യു ഇൻ വിത്ത് ദിസ് ഹോർമോൺ ഇംബാലൻസ്. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ എത്രമാത്രം ഡയറ്റിങ് ചെയ്താലും എക്സസൈസ് ചെയ്യാൻ നോട്ട് ഏബിൾ ടു റെസ്പോണ്ട്. ഓക്കെ, ബേസിക് മെറ്റബോളിക് റേറ്റ് കുറച്ച് താന്നായിരിക്കും. അപ്പോൾ മേ ബി അവർ 1 മാസം 2 മാസം ജിമ്മ് ട്രൈ ചെയ്തു, ഒരു എക്സോട്ടിക് ഡയറ്റ് പ്ലാൻസ് ട്രൈ ചെയ്തിട്ടും they are not able to gain that target. Problem is you have insulin resistance. That's what you need to understand. And other underlying factors is they have stress, your sedentary lifestyle, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ എന്താ ഹിഡൻ ആയിട്ട് കഴിക്കുന്ന ഷുഗർ കണ്ടൻറ്റ് ഉള്ള പ്രോസസ്ഡ് ഫുഡ്സ്, അതൊക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. മെയിൻലി വാട്ട് ഐ സീ ഇൻ പേഷ്യൻ്റ് ഇസ് ദേ ലാൻഡ് അപ്പ് ഇൻ ക്രാഷ് ഡയറ്റ്. ഭക്ഷണം കഴിക്കാതിരിക്കുക ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുക, എന്നാലും ഡോക്ടറെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നില്ല. പക്ഷെ അതല്ല സംഭവം. You need to have a complete diet, wholesome diet, seasonal diet. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എല്ലാ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ഇൻ ദ നാച്ചുറൽ ഫോം വി ഷുഡ് ഇൻക്ലൂഡ് ഇൻ അവർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഡോണ്ട് സ്കിപ്പ് ഇറ്റ്. ബട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് നമുക്ക് പോർഷൻ റെഡ്യൂസ് ചെയ്യുക. പക്ഷേ എല്ലാം കഴിക്കുന്ന നാച്ചുറൽ ഹെൽത്തി ആയിട്ടുള്ള സംഭവം കഴിക്കുക, ടൈംലി ഫുഡ് കഴിക്കുക. Avoid all refined sugars, pansara, refined sugars in the form of packed juice, snacks items, packed processed food. Adake nammal avoid cheya. And the second thing I tell, have adequate amount of sleep. Stress avoid cheya, and get involved in some sort of exercise activities. Appo exercise in the sense 30 minutes every day you can do. At least whatever form of exercise, you like jogging, running, you like swimming, whatever you enjoy, do indulge in physical activities. പിന്നെ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ഡിസിപ്ലിൻ ആക്കുക. ഹാവ് എ പ്രോപ്പർ 6 to 8 hours of sleep. The next thing is stress level you have to reduce. And one more thing I want to stress is take a proper if you have underlying deficiency ഉണ്ടെങ്കിൽ അതും കൂടെ ട്രീറ്റ് ചെയ്യുക. തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക അണ്ടർ ഗൈഡൻസ്. ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ് മെഡിക്കേഷൻസ് ഓൺ ബൈ ഓൺ. ടേക്ക് ദ അഡ്വൈസ് ഫ്രം ദ ഡോക്ടേഴ്സ്. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവാം. ഈ PCOD ഉള്ളപ്പോൾ ഒരു സ്ത്രീയുടെ ഫെർട്ടിലിറ്റീനെ അത് എത്രമാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നത്? യെസ്, ദാറ്റ് ഇസ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആയിട്ട് പല ആൾക്കാർ വന്ന് നമ്മളടുത്ത് വരുന്നുണ്ട്. ഓക്കെ, മെയിൻലി അണ്ടർലൈങ് PCOD ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ റീസൺ. അപ്പോൾ വൺ തിങ്, PCODയിൽ ഹോർമോൺ ഇംബാലൻസ് വരുമ്പം നമ്മുടെ എൻഡോമെട്രിയം, ഈ യൂട്രസ് ലൈനിൻ്റെ എൻഡോമെട്രിയം, നമ്മുടെ ഓവറി, അതിനകത്ത് ഫങ്ഷനിങ് പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് ഈ കൺസീവ് ചെയ്യാനും ഈ കൺസീവ് ആയാലും അത് പ്രോഗ്രസ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. കുറച്ച് പ്ലാൻഡ് പ്രഗ്നൻസി നമുക്ക് എടുത്ത്, മീൻസ് പ്രീ കൺസെപ്ഷലി ഫോളിക് ആസിഡ്, പിന്നെ പ്രീ കൺസെപ്ഷലി എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വെയിറ്റ് കൺട്രോൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്തിട്ട് പിന്നെ ഒരു പ്ലാൻ പ്രഗ്നൻസിയിലോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഡ്യൂറിങ് പ്രഗ്നൻസി ഓൾസോ ദിസ് പീപ്പിൾ ആർ വെരി ഹൈ റിസ്ക് ഓഫ് ഹാവിങ് ഡയബറ്റീസ്. ജസ്റ്റേഷൻ അവർക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ അതൊക്കെ ചെക്ക് ചെയ്ത് അവരുടെ പ്രോപ്പർ ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അവരെ ഗൈഡൻസ് കൊടുക്കുന്നത്. അപ്പോൾ definitely you can become pregnant, but with the help and proper guidance. Right, ee parnadupole it might be a time consuming aayittulla samayam. Yes, you should have a lot of patience. That's what I tell. Okay, patience. Have patience with your body, love your body, and keep it healthy. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ PCOD ഒക്കെ വരുമ്പോൾ കുറേയധികം PCOD ഉള്ളവർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് മൂഡ് സ്വിങ്സ്. അവർക്കൊട്ടും മാനേജ് ചെയ്യാൻ പറ്റാറില്ല. ഒന്നെങ്കിൽ എക്സ്ട്രീം ആങ്കർ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രീം സങ്കടമായിരിക്കാം, അല്ലെങ്കിൽ ദേ ഗോ ടു എ ഡിപ്രസ്ഡ് സ്റ്റേറ്റ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ PCODയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്?
അതാണ് നമുക്ക് ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ എല്ലാ സിസ്റ്റം ഇംബാലൻസ് ആവുക. ഓക്കെ, അത് ഒരു കാരണമുണ്ട്. പിന്നെ ഈ പറയുന്ന പേഷ്യൻസ് ഒക്കെ പല വീക്സും ഇതുപോലെ സ്ലീപ്സ് ഡിസോർഡേഴ്സ് ഒക്കെ ആയിട്ട് വേറെ വേറെ ഡോക്ടേഴ്സിനെ കാണുക. അപ്പോൾ കുറേ ഓൾമോസ്റ്റ് 70% പേഷ്യൻ്റ് വിൽക്കുക അൺഡയഗ്നോസ്. അവർക്ക് അറിയില്ല എന്താ സംഭവിക്കുന്നത്. അവർക്ക് എൻസൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, ഭയങ്കര ഫെറ്റീഗാണ്. പക്ഷേ മേ ബി ദ സൈക്കിൾസ് മൈറ്റ് ബി റെഗുലർ ആയിരിക്കും. അപ്പോൾ അവർ ഓർക്കുന്ന ഓക്കെ ഐ എം നോട്ട് സപ്പോസ് ടു കൺസൾട്ട് എ ഗൈനക്കോളജിസ്റ്റ്, ഐ എം ഹാവിങ് സം അതർ പേഷ്യൻ. അതുകൊണ്ട് ഒരു അൺഡയഗ്നോസ്ഡ് ഉള്ള പേഷ്യൻസ് കൂടുതലാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ പ്രോബ്ലം വിത്ത് ഇറ്റ്. So what we need to understand, hormone imbalance varumba, plus there is obesity, patient is trying so much but she's not achieving the target. Naturally that is pushing the patient toward a depressive phase, anxiety phase, sleep disorder cycles phase le varumba, or mental disturbance plus stress factor is also working. She has underlying stress that is also adding on it. അങ്ങനെ ഒരു വലിയൊരു സിനാരിയോ ആണ്. അതെ അതെ. ഇപ്പം നമ്മൾ PCOD ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഹൗ ഓഫൻ നമ്മൾ ചെക്കപ്പ് ചെയ്യണം? യെസ്, PCOD ഡയഗ്നോസ് I also want to put a one point. എങ്ങനെയാണ് PCOD ഡയഗ്നോസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ഇത് അൾട്രാസൗണ്ട് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് കാണുന്ന കഴിഞ്ഞാൽ 2 ഓവറീസിനകത്ത് വിൽ ബി ഹൈ വോള്യൂം, ഇറ്റ് മോർ ദാൻ 10 ml. പിന്നെ ചെറിയ ചെറിയ സിസ്റ്റ് നമ്പേഴ്സ് വിൽ ബി വെരി ഹൈ. ഈ ഒരു സ്കാനിങ്ങിന് നമ്മൾ പീരീഡ്സ് ആയി എത്ര ദിവസത്തിനുള്ളിലാണ് വരേണ്ടത് ടു ഫൈൻഡ് ഔട്ട് വെദർ പോളിസിസ്റ്റിക് ആണോ അല്ലയോ? Just immediately after you finish your cycle, you can go for this ultrasound. Okay, depending upon when your cycle is. If it is irregular, then we have to schedule it as soon as possible. Okay. പിന്നെ നമ്മൾ ഹോർമോൺ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് വരുന്നത് മെയിൻലി നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഹിമോഗ്ലോബിൻ ടെസ്റ്റ്, വൈറ്റമിൻ ഡി, ഷുഗർ ലെവൽസ് നോക്കുക, ഫാസ്റ്റിംഗ് ഷുഗേഴ്സ്, ഫാസ്റ്റിംഗ് ഇൻസുലിൻ, GTT, യെസ്. പിന്നെ തൈറോയ്ഡ് ഹോർമോൺ, പ്രൊലാക്റ്റിൻ ഹോർമോൺസ്. പിന്നെ നമുക്ക് അണ്ടർലൈങ് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, ആൻഡ്രോജൻ ലെവൽസ് ഒക്കെ നോക്കുക, ടെസ്റ്റോസ്റ്ററോൺ ലെവൽ, ഫ്രീ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ഒക്കെ നോക്കിയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് then we start with the basic management of lifestyle changes, and then with underlying any supportive medicines that we need to give. There is no one medicine which can treat PCOD, but we need to find the range of medicine which is suitable for the patient. Okay. അപ്പോൾ ഇത് which category of patient we are dealing with. അപ്പോൾ ഡയഗ്നോസിങ് കഴിഞ്ഞാൽ പിന്നെ എത്ര ഗ്യാപ്പിലാണ് ചെക്കപ്പ് ചെയ്യേണ്ടത്? ഗ്യാപ്പിൽ പറഞ്ഞാൽ ആദ്യം നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ വരുന്ന സിംറ്റംസ് അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ മേ ബി വെയിറ്റ് ഇഷ്യൂസ് ആണെങ്കിൽ വി ടെൽ ഹർ ടു കം every 3 months. We give her time for gradual weight loss. We don't want crash weight loss. 1 kg, 0.5 kg അങ്ങനെ gradual weight loss target ചെയ്തിട്ട് every 3 months we tell her to come. If we are targeting a menstrual irregularities ആണെങ്കിൽ we might have to tell her to come every month. Or if infertility issue ആണെങ്കിൽ we have to target ovulation നടക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഓവുലേഷൻ ടൈം അവരോട് പറഞ്ഞു കൊടുക്കണം, ബിക്കോസ് കൺസീവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് ആണെങ്കിൽ വി ഹാവ് ടു ടെൽ ദം ടു കം എവറി മന്ത്. അതർവൈസ് വി every 3 months ചെക്കപ്പ് ഇസ് ഫൈൻ. ഓക്കെ. ഇനി ഈ PCOD ഉള്ളവർ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, ഈ മോംസിൻ്റെ ആർട്ടിക്കിൾസും അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ, സോ അതിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രഗ്നൻസി കഴിഞ്ഞാൽ പലർക്കും PCOD ക്ലിയർ ആവുന്നു. സോ ഇസ് ദാറ്റ് ട്രൂ ഫാക്ട്? അത് ട്രൂ ആയിട്ടുള്ളൊരു കാര്യമാണോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസമാണോ അത്? Maybe it's a myth. It's a myth. Yeah, exactly. See, PCOD doesn't have a relation with pregnancy or pregnancy കഴിഞ്ഞിട്ട്. PCOD മനസ്സിലാക്കേണ്ടത് ഒരു ഹോർമോൺ ഇംബാലൻസ് ആണ്. അത് ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിൽ വരാം. സ്ട്രെസ് എപ്പോൾ വേണമെങ്കിൽ വരാം. ഓക്കെ, we can land up in obesity. Maybe because post pregnancy the obesity we can land up, right? Post pregnancy weight gain vanna chelpa PCOD varam. Appo it's not like after pregnancy you will be resolving this issue. It can land up in any point of time when you are suffering from this all things. Only thing നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫുഡ് ഡയറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. സോ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ PCOD ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് ഒരു ബേസിക് ഡയറ്റ് നിങ്ങൾ കൊടുക്കുന്നത്? അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന ഓപ്ഷൻസ് യു ക്യാൻ ട്രൈ, ലഞ്ച്, ഡിന്നർ അല്ലെങ്കിൽ സ്നാക്കിംഗ്, എന്തൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും ദാറ്റ് യു വിൽ ബി സജസ്റ്റിംഗ് യുവർ പേഷ്യൻസ്? ഓവറോൾ നമ്മൾ പിക്ചർ കൊടുക്കുമ്പോൾ സിൻസ് UAE നമ്മൾ മലയാളീസ് മാത്രം എല്ലാ പേഷ്യൻസ് ആയിട്ട് വരുന്നു, ഒരു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇന്റർനാഷണൽ പബ്ലിക്കിനാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ദേ വിൽ ഹാവ് ദെയർ ഓൺ എത്നിക് ഫുഡ് ടൈപ്സ്.
ദെയർ ഓൺ എത്തനിക് ഫുഡ് ഒക്കെ കാണുമായിരിക്കും. പക്ഷെ നമ്മൾ ബേസിക് ഫസ്റ്റ് നമ്മൾ പിക്ചർ അവരോട് പറയേണ്ടത് അവോയ്ഡ് ഓൾ പ്രോസസ്ഡ് ഫുഡ്സ്. ബിക്കോസ് ഇപ്പം എനിക്ക് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ അധികം 90% സ്ത്രീകളും മലയാളികളായിരിക്കും. സോ അതിൽ ഇപ്പം കുറച്ച് പേർക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയേണ്ടത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോസസ്ഡ് ഫുഡ്, ഷുഗറി ഐറ്റംസ്, ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യുക, ആസ് ഫാർ ആസ് പോസിബിൾ അവോയ്ഡ് ചെയ്യുക. നിസ്സാരം ചായയിൽ പോലും പഞ്ചസാര ഇടാണ്ട് കുടിക്കുക മാക്സിമം, അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഷുഗർ ലെവൽസ് ചെക്ക് ചെയ്യുക, നോർമൽ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറയ്ക്കുക. ഓക്കെ. ആൻഡ് ഹിഡൻ പ്രോസസ് ഫ്രൂട്ട് ജ്യൂസ്, നമ്മൾ പാക്ഡ് ഫ്രൂട്ട് ജ്യൂസ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, പ്രീ ബേക്ക്ഡ് ആയിട്ടുള്ള സംഭവം, കേക്ക്സ്, പേസ്ട്രീസ്, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുക. പിന്നെ റിഫൈൻഡ് കാർബ്സ് ഇൻ ദ ഫോം ഓഫ് വൈറ്റ് റൈസ്, വൈറ്റ് മൈദ. ഈ പറഞ്ഞ നമ്മൾ മലയാളികൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഴിക്കുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ചോറ് വരെ മാറ്റുക അല്ലേ? ചോറ് പക്ഷേ ഞാൻ പറയത്തില്ല, ബിക്കോസ് ഇറ്റ്സ് ആ സ്റ്റേബിൾ, ബട്ട് ഐ വിൽ ടെൽ ഇറ്റ് കട്ട് ഡൗൺ ദ പോർഷൻ. നമുക്ക് പോർഷൻ കട്ട് ഡൗൺ ചെയ്യാമല്ലോ. മലയാളികൾക്ക് ചോറില്ലാണ്ട് ഉച്ചയ്ക്ക് ചപ്പാത്തിയൊക്കെ കഴിച്ച പിന്നെ ക്ഷീണമാണ്. അപ്പോൾ റെഡ് റൈസ് ഇസ് ഫൈൻ, ഇറ്റ് ഹാസ് ഹൈ ലോ ഗ്ലൈസെമിക്. റെഡ് റൈസ് എന്ന് പറയുന്നത് നമ്മുടെ മട്ട റൈസ്. ഓക്കെ, സോ ദാറ്റ്സ് ഓക്കെ ടു ഗ്ലൈസെമിക് ഇൻഡെക്സ്, യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ്. ഓക്കെ. കിൻവ, ഓട്സ്, റാഗി, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഡയറ്റ് ഹാബിറ്റ്സ് അങ്ങനെ ആയിപ്പോയി. ബട്ട് വി ക്യാൻ മേക്ക് എനി ചേഞ്ച്, റൈറ്റ്? നമുക്ക് വൈറ്റ് റൈസ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കണം, വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ഓട്സ്, വി ക്യാൻ മേക്ക് ഇൻ റാഗി. അപ്പോൾ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കാർബ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ. കോംപ്ലെക്സ് കാർബ്സ് ആണ് ഏറ്റവും നല്ലത്, ബിക്കോസ് ദേ വിൽ ഹാവ് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ്. അപ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ എല്ലാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് എല്ലാം കൺട്രോൾ ചെയ്യുമ്പോൾ PCOD തന്നെ ഇറ്റ് വിൽ ഗോ ഓഫ്. ഓക്കെ. പിന്നെ കഴിക്കേണ്ടത് ഹോൾസം ഡയറ്റ്, ദാറ്റ് ഈസ് ഇൻക്ലൂഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീൻ പ്രോട്ടീൻസ്, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ മോർണിംഗ് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ദോശയുടെ കൂടെ സാമ്പാർ, അതൊക്കെ ഇറ്റ്സ് കംപ്ലീറ്റ് ഡയറ്റാണ്. അപ്പോൾ അതിനകത്ത് വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പക്ഷേ ദോശയുടെ എണ്ണം 2-3 ആക്കി നിർത്തണം, അവിടെയാണ് പ്രശ്നം. പോർഷൻ കട്ട് ഡൗൺ. ഡോക്ടർ പറഞ്ഞ ദോശ കഴിക്കാവുന്ന 5 ദോശ കഴിച്ചിട്ട് കാര്യമില്ല. പോർഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ lunch also you can include the rice, but see, in your plate everything should be there. Plants based diet, probiotic or bowl of curd, or chia seeds, flax seeds, some things should be there so that you have a complete diet. പിന്നെ mid snacks ആണെങ്കിൽ you can have some nuts, macanas or something like that. അപ്പോൾ അത് it will have 0 calories, at the same time it will നമുക്ക് മലയാളികൾക്ക് ഈ മക്കാന ഭയങ്കര റെയറാണ്, നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. ബട്ട് വെരി റീസെൻ്റ്ലി ഞാൻ അതിനെക്കുറിച്ച് കുറേ അധികം ബെനിഫിറ്റ്സ് കേട്ടിട്ടു. എന്നെ മൈ ഫ്രണ്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് എനിക്ക് തന്നു, കൊള്ളാലോ സംഭവം. അപ്പോൾ ഞാനിപ്പോൾ അത് ഇന്ത്യൻ ടേസ്റ്റ്, അത് ഗീലൊക്കെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഐ നെവർ ഇത്രയും നല്ലൊരു ഭക്ഷണമാണ് അതെന്ന് ഞാൻ വെരി റീസെൻ്റ്ലി ആണ് അറിഞ്ഞത്. അത് PCOD ഉള്ളവർക്ക് കഴിക്കാം അല്ലേ? ഓക്കെ. പിന്നെ പാക്ഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് അതൊക്കെ അവോയ്ഡ് ചെയ്യുക, മനസ്സിലായോ? നമ്മൾ വറുത്തതൊക്കെ കഴിക്കുന്നത്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത്. പിന്നെ നൈറ്റിലാണെങ്കിൽ ഡിന്നർ ട്രൈ ടു ഹാവ് ഇറ്റ് ഏർലി. ഓക്കെ, ദർ ഇസ് എ കോൺസെപ്റ്റ് ഓഫ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. നമ്മൾ പണ്ട് നമ്മളെ അച്ഛനും അമ്മമാരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. ദേ യൂസ് ടു ഈറ്റ് ഏർലി ആൻഡ് ഗോ ഓഫ് ടു സ്ലീപ്പ് at correct time, not like us. നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ട് കഴിക്കുന്നു, ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങുന്നു, ലേറ്റ് നൈറ്റ് ക്രേവിങ്സ്, അതിനിടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അവോയ്ഡ് ചെയ്യുക, ഡിസിപ്ലിൻ ലൈഫ് ആക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ച് ഇൻ ടൈം കഴിക്കുക, ഡിന്നർ ഇൻ ടൈം കഴിക്കുക, ഏർലി ഡിന്നർ കഴിക്കുക, പോർഷൻ നമ്മൾ കട്ട് ഡൗൺ ചെയ്യുക. പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോസസ് ഐറ്റം സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ. ആൻഡ് വൺ ഡെയറി പ്രോഡക്ട്സ് യു ക്യാൻ യൂസ്, ബട്ട് ഇൻ എ കൺട്രോൾ മാനർ, ബിക്കോസ് വി ആർ ലിറ്റിൽ ബിറ്റ് കോൺട്രവേഴ്സി ഈസ് ഗോയിങ് ഇൻ ദാറ്റ് ഓൾസോ. പിന്നെ ദാറ്റ്സ് വാട്ട്. ചുരുക്കം പറഞ്ഞാൽ നല്ലതൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വേണം. ഓൺലി വിച്ച് ഇസ് അവൈലബിൾ ഇൻ ദ, യു നോ വാട്ട് ഈസ് അവൈലബിൾ ഇൻ ദ വിന്റേഴ്സ്, യു നോ വാട്ട് ഈസ് അവൈലബിൾ ഇൻ ദ സമ്മർ. അപ്പോൾ സീസണൽ ഫ്രൂട്ട്സ്, ലോക്കലി അവൈലബിൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഈ പറഞ്ഞതുപോലെ നല്ല ഒരു ബഫേക്ക് പോയിട്ട് നമ്മൾ വളരെ സെലക്റ്റഡ് ആയിട്ട് കഴിക്കാൻ. പക്ഷെ ഒരു ചീറ്റ് ഡേ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ദിവസമൊക്കെ കുഴപ്പമില്ല, ഇതൊന്നും ഇല്ലാണ്ട് ഒരു ചീറ്റ് ഡേ യു ക്യാൻ ഡു ഇറ്റ്. Yeah, you can do it. Definitely. You don't have to stress yourself out. Exactly. Because ഈ പോർഷൻ കൺട്രോൾ ആയിട്ട് കഴിക്കുമ്പോഴും കുറേ അധികം ആൾക്കാർക്ക് ഈ സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട്. സ്ട്രെസ് ഈറ്റിംഗ് ഇല്ല കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് ഈറ്റിംഗ് ഉള്ളവർക്ക് ഇങ്ങനെ പോർഷൻ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അതൊരു ആഡഡ് സ്ട്രെസ്സാണ്. ലൈക്ക് സോ അവർക്ക് ഒരിക്കലും അവരുടെ ആ ക്രേവിങ്സ്, അതായത് ഇപ്പോൾ ചിലർക്ക് സ്ട്രെസ് വന്നാൽ കുറേ ഷുഗർ കഴിക്കുന്നവരുണ്ട്, അതായത് ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന ആൾക്കാരാണ്. സോ ഈ പോർഷൻ കൺട്രോൾ വരുമ്പോൾ ഈ സ്ട്രെസ്സും കൂടി മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടിൽ അതാണ്. അത് നമ്മൾ പറയേണ്ടത്
ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ദ ടാർഗറ്റ് ടു ബി അച്ചീവ് ഇമ്മീഡിയറ്റ്ലി. ഇപ്പോൾ ഇന്ന് ഞാൻ പറയുന്നു നാളെ തന്നെ പോയി നിങ്ങളത് അച്ചീവ് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, വി ഗിവ് എ ടൈം ഡ്യൂറേഷൻ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് പോലെ പയ്യെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പയ്യെ മാറ്റാൻ നോക്കുക. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ആർ ഇഷ്യൂ, വി ഹാവ് ടു അഡ്രസ് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ കുറച്ച് ക്രേവിങ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ വി ക്യാൻ മേക്ക് എ ചീറ്റ് ഡേയ്സ് ലൈക്ക് വൺസ് ഇൻ എ വീക്ക്, വൺസ് ഇൻ എ 15 days, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് നെക്സ്റ്റ് ഡേ യു ഹാവ് ടു ബി back on track because it's your body. You have to love your body, right? Right. Well, we can't 100%. take it for granted. Yes? Exactly. അപ്പോൾ ആദ്യം അത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഹാർഡ് ടൈം ടു ഗെറ്റ് ഇൻ ഡിസിപ്ലിൻ ലൈഫ്. പക്ഷെ നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ നോക്കുക, എന്നാലേ നമുക്ക് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഗിവ് യുവർ സെൽഫ് ടൈം. 1 or 2 or 3 months, slowly you will fall on the track and you will enjoy it. Okay. All right, doctor. So thank you, Dr. Deepti, for joining Radio Clinic. അപ്പോൾ എന്തായാലും അജ്മാൻ NMCയിൽ ഡോക്ടർ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് PCOD അല്ലെങ്കിൽ ഗൈനി റിലേറ്റഡ് ആയിട്ട് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും പ്ലീസ് ഫീൽ ഫ്രീ കൺസൾട്ടേഷൻ എടുക്കുക. ഡോക്ടർ ദീപ്തിനെ കാണാൻ. ഷീ ഈസ് വെരി വെരി ഫ്രണ്ട്ലി, സൂപ്പർ ഫ്രണ്ട്ലി, ആൻഡ് വി എൻജോയ്ഡ് ദ സെഷൻ. Thank you so much for joining Gulf Morning Radio Clinic. Thanks a lot for coming in Radio Kelam 1476 AM. Bye-bye. Bye.